On the 30th of July 2024, India woke up to nature's fury in Wayanad, where two landslides killed 160 plus people. The aftermath of this disaster shows places like Mundakai and Churalmala wiped out of existence. People at the scene say that these places have been reduced to nothing. സംഭവിച്ചത് എന്താന്നുള്ളത് നിങ്ങളെ വീട് അടുത്ത് തന്നെയാ? ഞങ്ങളിങ്ങനെ രാത്രി ഈ ഒച്ച ഇങ്ങനെ മൂളക്കം പോലെ ഒച്ച കൊണ്ട് ഞങ്ങളെല്ലാവരും ഉണർന്നിരിക്കുകയായിരുന്നു, ഉറങ്ങിയിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ വലിയൊരു അമുട്ട് പൊട്ടുമ്പോൾ ഒരൊച്ച കേട്ടപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ എടുത്ത് ഓടി പുറത്തിറങ്ങി അടുത്ത വീട്ടിലേക്ക് മേലെ വീട്ടിലേക്ക് കയറിയപ്പോൾ താഴേന്ന് രക്ഷിക്കേ എന്നുള്ള കരച്ചിലാണ്. അത് കേട്ടപ്പോൾ ഏട്ടനും വെള്ളം കൂട്ടുകാരും കൂടെ 2-3 പേര് ഞങ്ങളുടെ അടുത്തുള്ള ചെക്കന്മാരും കൂടെ താഴേക്ക് ഇറങ്ങി ഓടിപ്പോയി. ഞങ്ങൾ പോണ്ട പറയണ്ട, എന്നാലും ഇവർ ഓടിപ്പോയി. കുറേ പേര് ചെളിയിൽ നിന്ന് ഇങ്ങനെ കൈ മാത്രം കാണിക്കുന്നു. അങ്ങനെ അവരൊക്കെ വലിച്ചോണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കോരി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളിങ്ങനെ കഴുകിച്ച് അവരെ മൂക്കുകൂടി വായിക്കൂടി ഒക്കെ ബ്ലഡ് വരുന്നുണ്ട്. അതൊക്കെ തുടച്ച് കുറേ ചിരട്ടയും ചകിരിയൊക്കെ കൂട്ടിയിട്ട് തീ കത്തിച്ച് അവരതിൻ്റെ ചുറ്റും ഇരുത്തിയപ്പോൾ അവർ കണ്ണൊക്കെ ഒന്ന് തുറന്നു. അവർക്കൊന്ന് ചെറിയ ചൂട് കിട്ടിയപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ റെഡിയാക്കി ഒരു ചെറിയ കുട്ടീനെ കോരി എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ആ കുട്ടീനെ എൻ്റെ മേത്തുള്ള ഞാനിട്ട സെറ്റർ എടുത്ത് ആ കുട്ടീനെ പുതപ്പിച്ച് അതിൻ്റെ മുടി ഞങ്ങളിങ്ങനെ വെട്ടാൻ വേണ്ടി വിചാരിച്ചിരിക്കുക. മുടി മൊത്തം ചളി പിടിച്ച് കട്ട പിടിച്ചിരിക്കുക. അപ്പം ഉണ്ട് അടുത്ത പൊട്ട്. അപ്പം ഞങ്ങൾക്ക് എനിക്ക് 2 ചെറിയ കുട്ടികളെ പേരെ കുട്ടികൾ അവരെ എടുക്കുമോ എൻ്റെ മക്കളെ എടുക്കുമോ ആ കുട്ടികളെ എടുക്കുമോ. ഞങ്ങൾ ഓടി കുറേ പേര് അപ്പം തന്നെ ഒഴുകിപ്പോയി. ഞങ്ങൾ കൊണ്ടുവന്നവർ തന്നെ കുറേ പേര് ഒഴുകിപ്പോയി. വലിച്ച് കൊണ്ടുവന്നവർ വീടിൻ്റെ അരിയിൽ കൂടെ അങ്ങ് പോയി. പക്ഷെ ഈ മലയിൽ കൂടെയൊക്കെ ഞങ്ങൾ കാട്ടുകൂടെയൊക്കെ രക്ഷിക്കുമെന്നും പറഞ്ഞ് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി അപ്പുറം റോട്ടിലെത്തി. അപ്പുറം റോട്ടിൽ എങ്ങനെയൊക്കെയോ അതിൻ്റെ കൂടെ ഞങ്ങളൊരു മോന് കാലൊടിഞ്ഞിട്ടൊരു മോനുണ്ടായി. അവൻ്റെ കാലൊടിഞ്ഞ് റെസ്റ്റിലായിരുന്നു. അവനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അവനെ വലിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്നു. അവൻ്റെ കാല് പിന്നെയും ഡേച്ചറായി, മുട്ടൊക്കെ അവൻ്റെ പിന്നെ ഇളകിപ്പോയി. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവനെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വലിയൊരു കിണർ, പൊട്ടക്കിണർ, അതിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. കൂടെ അങ്ങ് പോയി വീടിന്റെ അരിയിൽ കൂടെ. അപ്പൊ ഞങ്ങളുടെ തൊട്ട താഴെ നമ്മുടെ വീട്ടിൽ കളിച്ചു കൊണ്ടിരുന്ന മക്കളുടെ ഒരു മോള്, അച്ഛനും അമ്മയും ചളിയില്ല. പേട്ടൻ അവരെ വലിച്ച് രക്ഷിച്ച് കൊണ്ടുവരുമ്പോഴത്തേനും മോള് പോയി. മോളെ കിട്ടിയിട്ടില്ല ഇതുവരെ. ചേട്ടനും ഞങ്ങളുടെ മണി 6-7 ആൾക്കാരെ വലിച്ചെടുത്തിട്ടുണ്ട്. ഒരു കുട്ടീനെ എടുത്ത് ചേട്ടന്റെ പേരെന്താ? കുട്ടീനെ എടുത്ത് ഓടി. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് വന്നിട്ട് 2 ആള് കുടിയും കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പെണ്ണും അവൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു പെണ്ണും വേറെ പയ്യന് ജീപ്പിൻ്റെ അടിയിലായിരുന്നു. ജീപ്പിൻ്റെ അടിയിൽ കാല് കുടുങ്ങിയിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഓടിപ്പോയിട്ട് 2 ആൾക്ക് ചൂടെല്ലാം കൊടുത്തു. എന്നിട്ട് ആദ്യം പെണ്ണിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് അവളെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഈ പയ്യനെ എന്താക്കി രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അടുത്ത പൊട്ടു വരുന്നു. അവനിട്ടിട്ട് ഞാൻ ഓടി. ജീപ്പിൻ്റെ ഇടയിൽ കാല് കുടുങ്ങി ഇങ്ങനെ കിടക്കായിരുന്നു. ഇല്ല, അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എനിക്ക്. വെള്ളം കുടിക്കാൻ കൊടുത്തു, വെള്ളം കൊടുത്തു. അല്ലാണ്ട് എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് ആ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. എന്നെ രക്ഷപ്പെടുത്തുക ഇങ്ങനെ ചോദിക്കുമ്പോഴേ അടുത്ത പൊട്ട് വന്നു. 2ാമത്തെ പൊട്ട് വന്നപ്പോൾ ഞാൻ ഏതിലെ കൂടെയൊക്കെ ഓടുന്നത് എനിക്ക് തന്നെ ഒരു പെടുത്തില്ല. എത്ര മണിയായിട്ടുണ്ടോ നിങ്ങളൊക്കെ അറിയാം? 2 മണിക്കാണ്. 1 മണിക്കാണ് ഫസ്റ്റ് പൊട്ട്. 1 മണിക്കാണ്. 2ാമത് പൊട്ടിട്ട് 1:30 തന്നെ സൗണ്ട് കേട്ടിട്ടുണ്ട്. It reminds one of the Pudumala landslide tragedy in 2019, which happened only a few kilometers from this disaster. The survivors are left to grapple with the devastating effect of this catastrophe. എത്ര വയസ്സുണ്ട്? എങ്ങനെ ഇതായത് സംഭവം പറഞ്ഞത്? പിന്നെ ഭയങ്കര ദുഃഖം ഉണ്ടായിരുന്നു. ഓടി വേഗം പുറത്തേക്ക് ഇറങ്ങി തൊട്ട അയൽവാസിന്റെ വീട്ടിലെ 2ാം നിലയിൽ കയറി നിന്നിട്ടുണ്ട്. എല്ലാവരും പുറത്തേക്കും കഴിഞ്ഞിട്ടാണ് അവിടുന്ന് എൻഡിആർഎഫ്കാരും വന്നിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുവന്നത്. ആ വീട്ടിലുണ്ടാകും ഞങ്ങളെല്ലാവരും സേഫ്. 2 മണിയൊക്കെ ആവുമ്പോഴാണ് ഫസ്റ്റ് പൊട്ടലുണ്ടായത്. ആ സമയത്ത് വലിയ പൊട്ടലല്ലായിരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അതിനു മുമ്പ് രാത്രി തന്നെ എസ്റ്റേറ്റ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള 12ഓളം കുടുംബത്തിന് ഞങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് മാറി.
അനിയന് ഞാൻ കുറച്ച് ചെക്കന്മാരെല്ലാവരും കൂടി മാറ്റി. പിന്നെ ഞങ്ങൾ അട്ടമലയിലേക്ക് മാറി. ഇവൻ അവിടെ നിന്ന് ശാന്ത് എന്ന് പറഞ്ഞ പയ്യൻ ഇവൻ അവിടെ നിന്ന് ഫസ്റ്റ് പൊട്ട് വെട്ടി കഴിഞ്ഞപ്പോൾ സ്കൂൾ റോഡിലേക്ക് വീണ്ടും പോയി. ഇവൻ ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. രണ്ടുപേരും മിസ്സിങ് പറഞ്ഞാൽ ചാന്ദിനെ കിട്ടിയിട്ട് അനിയനെ കിട്ടി. ചാന്ദിനെ കിട്ടിയിട്ടില്ല. അനിയന്റെ പേരെന്താ? പ്രജീഷിനെ കിട്ടി. പ്രജീഷിനെ ഇന്നലെ കിട്ടി. ചാന്ദിന് 34 വയസ്സ്. അപ്പൊ അവര് പെട്ടെന്ന് അവന് എല്ലാം പോയി. ഇട്ട ഡ്രസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആരൊക്കെയുണ്ട് ഇവിടെ? അമ്മയും ഭാര്യയും കുട്ടികളും. Houses which were built with their life savings have been destroyed and many of their relatives and friends missing. Many were sleeping when what is now being described as a water bomb exploded. The rescue workers are confronted with flattened villages and bodies buried in slush even as survivors